വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവർത്തനമാരംഭിച്ച തൊണ്ടർനാട് ചീപ്പാട് ബീവറേജസ് ഔട്ട്ലെറ്റിനുള്ള ലൈസൻസ് നൽകുന്നതിൽ പ്രതിപക്ഷ വിയോജിപ്പ്. ഇന്നലെ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ട തീരുമാനിച്ച വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് UDF-ലെയും BJP-യിലെയും ജനപ്രതിനിധികൾ ഔട്ട്ലെറ്റിന് ലൈസൻസ് നൽകരുതെന്ന് ആവശ്യപ്പെട്ടത്. 10 വർഷം മുൻപ് ആദിവാസി അമ്മമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ബീവറേജസ് ഔട്ട്ലെറ്റാണ് ജനവാസ കേന്ദ്രത്തിന് സമീപത്തായി കഴിഞ്ഞ മാസം പ്രവർത്തനം തുടങ്ങിയത്. ഇതിന് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷയാണ് ഇന്നലത്തെ ഭരണസമിതി യോഗത്തിൽ 8-ാം നമ്പർ അജണ്ടയായി വന്നത്. എന്നാൽ നിരവധി പട്ടികവർഗ കോളനികളും മതപഠനശാലയും ആരാധനാലയവും സമീപത്തുള്ള മദ്യവിൽപ്പനശാലയ്ക്ക് ലൈസൻസ് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് UDF-ലെയും BJP-യിലെയും അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകുകയായിരുന്നു. പ്രക്ഷോഭമുണ്ടാക്കി പൂട്ടിയ ചീപ്പാട് ബീവറേജ് ഔട്ട്ലെറ്റ് യാതൊരു നിയമങ്ങളും പാലിക്കാതെ ഈ തൊണ്ടർനാടിൻ്റെ ജനവാസ മേഖലകളിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആരാധനാലയം അടുത്തുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനം അടുത്തുണ്ട്, കോളനികൾ അടുത്തുണ്ട്. ഈ നിയമങ്ങളെല്ലാം ഇത്രയും ഈ സാഹചര്യങ്ങളിൽ ഒരു ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുകയാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ഈ ബീവറേജ് നിലവിൽ വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ലെങ്കിലും ജനപ്രതിനിധികളുടെ അറിവിലേക്കാണ് വിഷയം ഭരണസമിതിയിൽ അവതരിപ്പിച്ചതെന്നാണ് സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചത്. തൊണ്ടർനാട്ടിൽ വീണ്ടും മദ്യശാല തുറന്നതിൽ CPM പ്രവർത്തകരിൽ പോലും ശക്തമായ വിയോജിപ്പുള്ളവരുണ്ട്. ഇത് പരമാവധി മുതലെടുപ്പ് നടത്താനാണ് UDF ശ്രമം. ബീവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി ആവശ്യമില്ലെങ്കിലും ഈ വിഷയം അജണ്ടയായി വന്നത് CPM-നെ പഴിചാരാൻ പ്രതിപക്ഷത്തിന് അവസരം ലഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വെള്ളമുണ്ട.